ശർക്കരയില്ലാതെ എന്ത് ഓണമല്ലേ? നാടൻ ശർക്കരയ്ക്കാണെങ്കിൽ ഓണക്കാലത്ത് വലിയ ഡിമാൻഡാണ്. പത്തനംതിട്ടയിൽ വള്ളിക്കോട് ശർക്കരയാണ് ഇപ്പോൾ താരം. വള്ളിക്കോട് ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന കരിമ്പ് ഉപയോഗിച്ചാണ് ഇവിടെ ശർക്കര നിർമ്മാണം. സ്വന്തം നാട്ടിലുണ്ടാക്കുന്ന ശർക്കരയായതിനാൽ നാട്ടുകാർക്കും പ്രിയം വള്ളിക്കോട് ശർക്കര തന്നെ. ഓണക്കാലമായതോടെ ധാരാളം ആളുകളാണ് വള്ളിക്കോട് ശർക്കര വാങ്ങാനായി ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇതിൻ്റെ പേര് തന്നെ വള്ളിക്കോട് ശർക്കര എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ശർക്കര തയ്യാറാക്കുകയാണ്. അതിനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ഒരു കാലത്ത് ഈ ഒരു ദൃശ്യം വള്ളിക്കോട് പ്രദേശത്ത് സർവ്വസാധാരണമായിരുന്നു. ആളുകളുടെ ഒക്കെ വലിയ ഉപജീവന മാർഗം കൂടിയായിരുന്നു ഈ ശർക്കര ഉൽപ്പാദനം. വീണ്ടും ആ ഒരു പഴയ സുവർണ കാലഘട്ടത്തിലേക്ക് വള്ളിക്കോട് ഗ്രാമം എത്തി എന്ന് തന്നെ പറയാം. അവിടുന്ന് വരുന്ന ശർക്കരയുടെ കരിമ്പിൻ്റെ പാനി ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഇതിനൊരു അളവുണ്ട്. ആ അളവിൽ ആയിക്കഴിയുന്നുണ്ടെ നല്ലവണ്ണം തീയിട്ടിട്ട് അത് തിളച്ച് ഒരു 2-3 മണിക്കൂർ കഴിയുന്നുണ്ട് ശർക്കര. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ചെളി ചെളി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ശർക്കരയായിട്ട് ലാസ്റ്റിൽ വരികയാണ്. 3 മണിക്കൂർ നല്ല വെട്ടി തിളങ്ങുന്ന ചൂടിൽ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമുണ്ട്. ഇത് മരവി എന്ന് പറയും. മാവ് കൊണ്ടുണ്ടാക്കിയ മരവിയാണ്. ചൂടായ പാകമായ ശർക്കര ഇതിലേക്ക് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് വീഴും. എന്നിട്ട് ഈ ശർക്കര ഒരു കുറച്ച് സമയം ആറുന്നിടം വരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇളക്കി അത് പക്ക പാകമാകുമ്പോൾ അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടും പോകും. പിന്നെയാണ് പാത്രത്തിലേക്ക് പാക്കിംഗ് ചെയ്യുന്നത്. ഇതാണ് വള്ളിക്കോട് ശർക്കര. ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ കൃഷിഭവൻ, വള്ളിക്കോട് കരിമ്പ് ഉൽപാദക സംഘം ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ വള്ളിക്കോട് ശർക്കര ഇവിടെ തയ്യാറാക്കുന്നത്. 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? കിലോയ്ക്ക് 160 രൂപ. 160 രൂപ. നമ്മൾ അല്ലാതെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര രൂപ വരെ കൊടുക്കേണ്ടി വരും? നമ്മൾ അല്ലാതെ പിന്നെ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 170 കിട്ടും. അപ്പം ഞങ്ങൾ കൊടുക്കുന്നതെല്ലാം സൊസൈറ്റികൾക്കൊക്കെയാണ് വിശാലം കുറച്ച് കൊടുക്കും. സൊസൈറ്റി അത് 160 കൊടുക്കുന്നു. 1 വർഷം ആണ് ഇതിൻ്റെ മൂപ്പ്. 11 മാസമാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഈ ഓണം ആ ഒരു സീസൺ അനുബന്ധിച്ചാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. അന്നേരമാണ് ഇത് കൂടുതൽ പോകുന്നത്. കൃഷിപ്പണിക്ക് ആളിനെ കിട്ടാതെ വരികയും ഈ റബ്ബറിൻ്റെ ഒരു അതിപ്രസരം വരികയും കൂടി ചെയ്തപ്പോഴത്തേക്ക് ശർക്കരയുടെ ആ ഒരു ഉൽപ്പാദനം കുറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഏതാണ്ട് ഇപ്പോൾ ഈ വർഷത്തേക്ക് ഏതാണ്ട് ഒരു 25 ഏക്കറിലോളം ഒരു 10 കർഷകർ ഇത് ചെയ്യുന്നുണ്ട്. ഒരു 10 ടൺ ശർക്കര ഈ വർഷം വിപണിയിൽ ഓണവിപണി മാത്രം ലക്ഷ്യമിട്ട് 10 ടൺ ശർക്കരയാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഓണക്കാലത്ത് വള്ളിക്കോട് പ്രദേശക്കാർക്ക് ഇനി ശർക്കര തേടി എങ്ങും അലയേണ്ട കാര്യമില്ല. അവരുടെ ഗ്രാമത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയായിരിക്കും ഈ ഓണനാളിൽ പാചകത്തിനായി ഉപയോഗിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.